Hello friends and students. Now we are jumping into future continuous tense. The second subdivision of future tense. Future continuous tense. See, as usual, let us learn the formation. How is the formation of future continuous? So we have to remember the formation of other continuous tenses. How was the formation of present continuous and past continuous? Subject plus the form of be plus ing form of the verb. Here it is future tense, so in every future tense there will be either will or shall. ചുക്കില്ലാതെ കഷായമില്ല എന്ന് പറയുന്നത് പോലെ വില്ലോ ഷാലോ ഇല്ലാത്ത ഫ്യൂച്ചർ ടെൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ വരേണ്ടത് എന്താണ്? സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ വരേണ്ടത് വിൽ അല്ലെങ്കിൽ ഷാലാണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ. ഇനി ഏത് കണ്ടിന്യൂസ് ടെൻസ് ആണെന്നുണ്ടെങ്കിലും ബിയുടെ ഒരു ഫോം വേണം. ഇവിടെ വില്ലോ ഷാലോ കഴിഞ്ഞാൽ നമുക്കറിയാം വേർബിൻ്റെ ബേസേ വരത്തുള്ളൂ. അതുകൊണ്ട് ബിയുടെയും ബേസേ വരാവൂ. ബി എന്ന് പറയുന്ന ഓക്സിലറിയുടെയും ബേസേ വരാവൂ. ബേസ് വരിക എന്ന് പറഞ്ഞാൽ ബി തന്നെയാണ്. ബിയുടെ ing ഫോം പ്രോഗ്രസീവ് ഫോം ബീയിങ്. അതുകൊണ്ട് ബി തന്നെയാണ് ബേസ് ഫോം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വേണ്ടത് വേർബാണ്. As I have told you earlier, in every continuous tense, whether it is present continuous or past continuous, in every continuous tense the verb must be in ing form or present participle. So ing form of the verb. Ing form of the verb. So this is the formation. So learn the formation. Subject plus will or shall plus be. Don't forget it. Be plus ing form of the verb. That is the formation. Then what is the use of future continuous tense? Future continuous tense shows, as the title suggests, as the name suggests, future continuous tense shows an action which will continue for some time in future. Future continuous tense shows an action which will continue or which is supposed to continue for some time in future. ഭാവിയിൽ കുറേ സമയത്തേക്ക് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രവൃത്തിയെ കാണിക്കാൻ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഫോർ കൊളോക്കൽ ഫ്ലുവൻസി ഓർ ഫ്ലുവൻസി ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ്, ഇൻസ്റ്റെഡ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ യൂസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടു എക്സ്പ്രസ് സിമ്പിൾ ഫ്യൂച്ചറിറ്റി ഓൾസോ. ഐ വിൽ ഗോ ടു കോട്ടയം ടുമാറോ എന്ന് നമ്മൾ പറയും. അതിൽ ഒന്നുകൂടി ഫ്ലുവൻസി കിട്ടുന്ന ഐ വിൽ ബി ഗോയിങ് ടു കോട്ടയം ടുമാറോ. അത് പിന്നെ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷനാണ്, നിയർ ഫ്യൂച്ചർ ആക്ഷനാണ്. ഒരു ഫ്ലുവൻസിക്ക് വേണ്ടി, ഫോർ ഗെറ്റിംഗ് എ ഫ്ലുവൻസി, മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വിൽ ബി യൂസിങ് ദിസ് ഫോം, ദിസ് സ്ട്രക്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഷീ വിൽ ബി കമ്മിങ് ഹിയർ ടുമാറോ. ഐ വിൽ ബി ഹെൽപ്പിംഗ് ഹിം. ഐ വിൽ ബി വിസിറ്റിംഗ് മൈ സിക്ക് ഫ്രണ്ട് ടുമാറോ. ദേ വിൽ ബി വിസിറ്റിംഗ് എസ് ടുമാറോ. My friend will be bringing the money tomorrow. So for colloquial fluency or fluency in spoken English, mostly we use this tense, future continuous tense. And also we have to remember that when we express sentences in accordance with or in tune with or in line with future continuous tense, in this sentence there will be two clauses. One of the clauses will of course be in future continuous tense. And the other clause will usually be in a simple present. Simple present. So simple present is also associated with this future continuous tense. അപ്പം നമ്മൾ മിക്ക വാക്യങ്ങളിലും നമ്മളൊരു സെൻറ്റൻസിൽ രണ്ട് ക്ലോസുകളാണ്. ഒരു ക്ലോസ് ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് തന്നെയാണ്. മറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ സാധാരണ സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും മറ്റ് ക്ലോസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസിൽ രണ്ട് ക്ലോസുകൾ പറയുമ്പോൾ ആദ്യം നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലെ ക്ലോസ് ഉപയോഗിക്കുന്നു, രണ്ടാമത് സിമ്പിൾ പ്രസൻറ്റിലെ ക്ലോസ് ഉപയോഗിക്കുന്നു. രണ്ടാമതായിട്ട് ഫസ്റ്റ്ലി വി ആർ യൂസിങ് ദി ക്ലോസ് ഇൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ദെൻ ഓൺലി വി യൂസ് ദി ക്ലോസ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു when you reach the station tomorrow. I will be waiting at home when my friend comes home tomorrow. The teacher will be waiting for us when we reach the class tomorrow. I will be waiting at the theater when you reach there this evening. അപ്പോൾ അങ്ങനെയും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ വാക്യങ്ങളിലൊക്കെ
രണ്ട് ക്ലോസുകളുണ്ട്. ആദ്യത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും, രണ്ടാമത്തെ ക്ലോസ് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും വരുന്നത്. അങ്ങനെ രണ്ട് ക്ലോസുകൾ, ആദ്യത്തെ ക്ലോസ് ഫ്യൂച്ചർ കണ്ടിന്യൂസിലാണ്, അതുപോലെ രണ്ടാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസ് പറഞ്ഞെങ്കിൽ മാത്രമേ ദി മീനിങ് വിൽ ബി പെർഫെക്റ്റ്, ദ മീനിങ് വിൽ ബി കംപ്ലീറ്റ് ഇൻ ഇറ്റ് സെൽഫ്, മീനിങ് ശരിയാകുകയുള്ളൂ. അങ്ങനെ ദീസ് ആർ ദി വേസ്. അപ്പോൾ ഒരു ഫ്ലുവൻസിക്ക് വേണ്ടി സിമ്പിൾ ഫ്യൂച്ചറിറ്റിയെ കാണിക്കാനും നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അതല്ലാതെ തന്നെ ഭാവിയിൽ കുറേ സമയത്തേക്ക് തുടരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ആക്ഷൻസിനെ കാണിക്കാനും നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അങ്ങനെയുള്ള വാക്യങ്ങളിൽ രണ്ട് ക്ലോസുകൾ കാണും. ആദ്യം നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലെ ക്ലോസ് ഉപയോഗിക്കുന്നു, രണ്ടാമതായിട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ക്ലോസ് ഉപയോഗിക്കുന്നു. So that is the way. Now we are going to see negative sentences. You already know how negative sentences are made. You can easily understand how negative sentences are made. The usual way is by adding not to the auxiliaries will and shall. Will plus not is equal to will not. Shall plus not is equal to shall not. The short forms are won't and shan't. Shan't is seldom used. Shan't is very barely used in writing and speech. ഷാൻഡ് എന്ന് പറയുന്നത് അധികം ഉപയോഗിക്കത്തില്ല, അതിന് പകരം ഷാൽ നോട്ടാണ് ഉപയോഗിക്കുന്നത്. So how are the sentences? How are the negative sentences? How can we make negative sentences? For example, I won't be waiting for you at the airport when you reach there tomorrow. The child won't be playing when you reach home. She won't be waiting for me when I reach there. She won't be waiting for me when I return from Mumbai. My friend won't be visiting me tomorrow. I won't be coming with you now. She will not be able to understand what you say. Also in that way we can make a negative sentences. And now comes the question types or interrogative sentences. So we have to study three types or three kinds or three forms of interrogative sentences. First, yes or no questions. How are the yes or no questions made? Auxiliaries are used at the opening. Then subject, then the verb. Verb means be plus ing form of the verb. So at the opening, will or shall. So the yes or no questions are opening will or shall plus subject plus be plus ing form of the verb. ing form of the verb. So that is the formation. See how is the formation? Will or shall plus subject plus be plus ing form of the verb. And see if the sentence has two clauses. See first we should use the clause expressing the question. ആദ്യം ചോദ്യം പറയണം. രണ്ട് ക്ലോസുകളുള്ള സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിൾ പ്രസൻറ്റ് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചോദ്യം ഉന്നയിക്കണം, പിന്നീടാണ് സിമ്പിൾ പ്രസൻറ്റിലെ ക്ലോസ് പറയുന്നത്. അപ്പോൾ സി വിൽ ബി ക്വസ്റ്റ്യനിങ് വിൽ യു ബി ഗോയിങ് ടു തിരുവനന്തപുരം ടുമാറോ? വിൽ യു ബി വെയിറ്റിംഗ് ഫോർ മീ ടുമാറോ? വിൽ യുവർ ഫ്രണ്ട് ബി റിട്ടേണിംഗ് ഫ്രം ദുബൈ ടുമാറോ? വിൽ യു ബി റൈറ്റിംഗ് ദി എക്സാം ടുമാറോ? Will you be bringing the fees tomorrow? Will she be coming to the class tomorrow? Will you be arranging a meeting for us tomorrow? So these are the ways. These are the ways of yes or no questions. And also the sentences which has two clauses, how will be the questions? Will you be waiting for me? Chodhyamadyam. When I reach there tomorrow. Will the child be waiting for you when you reach home with the sweets? Will she be waiting for you when you return from Dubai? അപ്പോൾ ആദ്യം നമ്മൾ ചോദ്യം ഉന്നയിക്കുന്നു, പിന്നീടാണ് സിമ്പിൾ പ്രസൻറ്റിലെ ക്ലോസ് പറയുന്നത്. Then when we write these things, when we write these questions without any fail, we should use the punctuation question mark at the end. So that is one way. Then we have the emphatic yes or no questions, or in other ways known as negative interrogative sentences. How is the formation? The formation is quite simple. Instead of
will and shall, we use the shortened form will plus not and shall plus not. will plus നോട്ടിൻ്റെയും ഷാൽ പ്ലസ് നോട്ടിൻ്റെയും ഷോർട്ട് ഫോം ഉപയോഗിക്കുന്നു. അതിൽ തന്നെ ഷാൽ പ്ലസ് നോട്ടിൻ്റെ ഷാൻഡ് എന്ന് അങ്ങനെ ഉപയോഗിക്കാറില്ല. അതിന് പകരം നമ്മൾ ഓണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഷാൻഡ് ഉപയോഗിക്കേണ്ട സാഹചര്യത്തിലും വി ആർ യൂസിങ് വോണ്ട്, ബിക്കോസ് ഷാൻഡ് സൗണ്ട്സ് സംതിങ് ഓക്വേർഡ്, ഇറ്റ് സൗണ്ട്സ് വെരി സ്ട്രേഞ്ച്. ദാറ്റ് ഈസ് വൈ വി ആർ നോട്ട് യൂസിങ് ഷാൻഡ്. ഇൻസ്റ്റെഡ് ഓഫ് ഷാൻഡ് വി ആർ യൂസിങ് ഓണ്ട്. Won't you be going to Tiruvandhuram tomorrow? Won't you be attending the class tomorrow? Won't you be waiting for me when I reach there? Won't you be coming with me now? Won't you be arranging money for me? So at the opening we should use won't. Then comes the subject. Then comes be plus ing form of the verb. So this is form of emphatic yes or no questions or negative interrogative sentences. Then the last type of questions, that is the interrogative sentences made with the help of question words. What is the formation? We have already seen so many formations like this. So the formation we already know. See, at the opening or at the beginning or at the very outset we should use a proper or an apt or an appropriate question word. Then comes the auxiliaries will or shall. After the question word we should use will or shall. ഈ will or shall ഉപയോഗിക്കുന്നതിന് വരാൻ പോകുന്ന സബ്ജക്റ്റിനെ നോക്കിയിട്ട് കളേഡാണോ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കളേഡാണോ കളർലെസ് ആണോ നോക്കണം. കളർലെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അയ്യോടും ഇയോടും ഷാല്, ബാക്കിയുള്ള പേഴ്സണസിനോട് നമ്മൾ എന്തുപയോഗിക്കുന്നു? വില്ല് ഉപയോഗിക്കുന്നു. ഇനി കളേഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയ്യോടും ഇയോടും നമ്മൾ വില്ല് ഉപയോഗിക്കണം, ബാക്കി പേഴ്സണസിനോടൊപ്പം ഷാല് ഉപയോഗിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബി then comes the verb in the ing form. Verb എന്ന് പറയുന്നത് എപ്പോഴും ഏത് കണ്ടിന്യൂസ് ടെൻസ് ആണെന്നുണ്ടെങ്കിലും verb will be in the ing form. Here also there is no change or there is no difference. The same thing we have to follow, ing form of the verb. So how is the formation? Please think about the formation. Question word plus, will or shall plus, subject plus, be plus, ing form of the verb. Then make some examples. How are the questions made? How are the questions with question words made? What will you be doing? What will you be doing tomorrow? When will your friend be coming from Dubai? Who will be? Who വരുമ്പം വേറെ സബ്ജക്റ്റ് വേണ്ട, who മാട്ട് വരുമ്പം വേറെ സബ്ജക്റ്റ് വേണ്ട. കാരണം that question word itself does the function of a subject. The question word itself acts as the subject. Who will be waiting at the airport when I reach there tomorrow? Who will be taking the class? Where will she be going if she is deserted by him? അവൾ അതിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൾ അവിടെ പോകും. അപ്പം അങ്ങനെ നമ്മൾ we have to use proper questions according to the situations. സാഹചര്യം അനുസരിച്ച് നമ്മൾ അനുയോജ്യമായ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. What will you be bringing tomorrow? What will you be bringing tomorrow? Who will be coming with you tomorrow? From where will you be arranging money? From where will you be getting assistance? From where will you be getting a tuition class? So these are some of the ways of interrogative sentences made with the help of question words. So this is sufficient for future continuous tense. So we can meet with the last subdivision of future tense, that is future perfect tense, in the next class, in the ensuing class. Till then, goodbye.